ദക് ദക് ഒരു ബൈക്ക് റോഡ് ട്രിപ്പ് മൂവി എന്ന് നമുക്ക് പറയാം. തപ്സി പന്നുവാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാള്. ആൻഡ് ദിയ മിർസ ഉൾപ്പെടെയുള്ള ഒരു ലീഡിംഗ് കാസ്റ്റ് തന്നെ ഈ ഒരു സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാസ്റ്റ് മെമ്പേഴ്സിലുണ്ട്. ഈ സിനിമ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ ഇടയായത്. ഒരു ആഴ്ച മുന്നേ ഇത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരുന്നു. ഒരു 4 വുമൺ എങ്ങനെ ഒരു കാർദുംഗ്ലയിലേക്കുള്ള ഒരു ബൈക്ക് യാത്ര അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. റോഡ് ട്രിപ്പ് മൂവീസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ സിനിമ വേറിട്ട് നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 4 പേരുടെ ലൈഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഈ റോഡ് ട്രിപ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നുള്ളത് വളരെ റെലവന്റ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓരോരോ ക്യാരക്ടേഴ്സിനായാലും ശരി, അവർക്ക് അധികം വലിച്ചു നീട്ടലില്ലാതെ ആ ഒരു ടൈം കൊണ്ട് തന്നെ അവരുടെ ലൈഫ് എന്താണ്, അവരുടെ ആ ഒരു സ്റ്റോറി എന്താണ്, എന്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ളതൊക്കെ വളരെ ബോൾഡ് ആയിട്ട് തന്നെ അവതരിപ്പിക്കുന്നതിൽ ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള തരുൺ ദുഡേച്ച നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. ആൻഡ് നമുക്ക് പടം കണ്ടു കഴിയുമ്പോൾ പലയിടത്തും ഒരു സാധാരണ റോഡ് ട്രിപ്പ് മൂവി പോലെ അല്ലാതെ ഇടയിൽ ഉണ്ടാകുന്ന പല ഇഷ്യൂസുകൾ ഇവരെങ്ങനെ ഫേസ് ചെയ്യുന്നു. ഇപ്പൊ കാർദുംഗ്ലയിലേക്ക് ഇവർ ഒരാഴ്ച കൊണ്ടുള്ള ഒരു ട്രിപ്പ് പലരുടെയും ജീവിതത്തിലെ ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് അവർക്ക് അച്ചീവ് ചെയ്താൽ തന്നെ പല കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കുറെ തോന്നലുകൾ, അവരുടെ കുറെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ എങ്ങനെ ഇവർ മറികടക്കുന്നു. ആ ഒരു യാത്രയിൽ ഇവർക്ക് നേരിടേണ്ടി വരുന്ന ഈവൻ നമുക്കറിയാം ഈ ഒരു ബൈക്ക് യാത്രയിൽ പല ഇഷ്യൂസും ഉണ്ടാവും. ഇപ്പൊ ഈവൻ ഒരു നമുക്കിപ്പോ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ വളരെയധികം കണ്ണിങ് ആയിട്ട് തന്നെ അവതരിപ്പിക്കുന്നതിൽ ഇവര് വിജയിച്ചു എന്ന് തന്നെ പറയാം. ആൻഡ് പടം കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ പോകും തോറും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ശരിക്കുള്ള തുടക്കാവുക. അത് പുതിയൊരു കാര്യത്തിനായാലും ശരി, അത് പുതിയൊരു ലൈഫിനായാലും ശരി ഒക്കെ ഈ ഒരു മെസ്സേജിനെ വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പടം കണ്ടു കഴിയുമ്പോൾ മനസ്സ് നിറച്ചുകൊണ്ട് തന്നെ ഈ ഒരു റോഡ് ട്രിപ്പ് മൂവിയിലൂടെ നമ്മൾ പോയൊരു ഫീലാണ്. ഇവൻ കാർദുംഗ്ലയിൽ പോയിട്ട് അവര് എങ്ങനെ അവിടേക്ക് എത്തുന്നു, ആൻഡ് അവിടെ എത്തിയിട്ടുള്ള ആ ഒരു സീനൊക്കെ വളരെ അധികം നല്ലൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ഈ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. കാർദുംഗ്ലയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ആ ഒരു സീൻ ചിത്രീകരിച്ച ഫസ്റ്റ് ഇത്ര ദിവസം കൊണ്ട് ഇപ്പൊ ഡൽഹി ടു കാർദുംഗ്ലയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഈ സീൻ ചിത്രീകരിച്ച ഫസ്റ്റ് ഇന്ത്യൻ മൂവി എന്നുള്ള റെക്കോർഡ് കൂടി ഈ അടുത്ത് ഈ സിനിമ നേടിയിരുന്നു. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും പടം കാണുക. എല്ലാ കാസ്റ്റ് മെമ്പേഴ്സ് ഇവരൊക്കെ അവതരിപ്പിച്ചുള്ള റോളുകളായിട്ട് അവർ ജീവിക്കുക തന്നെയായിരുന്നു. അതൊരിക്കലും നമുക്കൊരു അഭിനയം എന്ന് എവിടെയും തോന്നിയിരുന്നില്ല. ആൻഡ് തപ്സി ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പടം നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. ആൻഡ് മറ്റുള്ള കുറച്ച് പ്രൊഡ്യൂസേഴ്സ് കൂടി ഉണ്ട്. ബട്ട് എന്റെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്ത തപ്സിയുടെ ഒരു പേരായിരുന്നു. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ പടം കാണുക. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു സീക്വൽ കൂടി ഇപ്പോൾ റീസെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് ഏതൊരു യാത്രയും പലതരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കും. അത് അൺഎക്സ്പെക്ടഡ് ജേർണീസ് ആയിരിക്കും കൂടുതൽ. ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു എന്താ പറയാ, പടം കണ്ടു കഴിയുമ്പോൾ മനസ്സ് നിറഞ്ഞ് നമ്മൾ ചിരിച്ചു പോകും. ആൻഡ് ഒരു യാത്ര പോയാലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് സീ യു അൺടിൽ ദെൻ ടാറ്റ.